നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഫലസ്തീനെ സ്വതന്ത്രമാക്കണമെങ്കിൽ, ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു പുത്തൻ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ, ലോകരാജ്യങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ, മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരണമെങ്കിൽ, അറബ് രാജ്യങ്ങൾക്ക് ഇനി മുന്നോട്ട് കുതിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കിയാൽ മാത്രമേ ഇറാൻ കെട്ടടങ്ങുകയുള്ളൂ. കലി തുള്ളി നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇറാനോട് ആരെന്ത് പറഞ്ഞാൽ അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാൻ പോകുന്നില്ല. മധ്യസ്ഥ വഹിക്കാൻ റഷ്യ തയ്യാറാണെന്ന് പറഞ്ഞു, ചൈനയും അതിനുവേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഉപാധികളോടെയാണ്. ആ ഉപാധികൾക്ക് മുമ്പിൽ അമേരിക്കയ്ക്ക് വളരെയധികം ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം അനന്തം നീണ്ടു നിൽക്കും എന്നുള്ളത് തന്നെയാണ്. 1-2 ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. അവസാനിക്കാൻ പോവുകയാണ്, ഇറാൻ കീഴടങ്ങാൻ പോവുകയാണെന്നൊക്കെ പരസ്പര ബന്ധമില്ലാതെ പടുകിഴവൻ ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറയുകയാണ്. ട്രംപിൻ്റെ ഈ പരിപാടി ഒന്നും തന്നെ, ഈ പരിപ്പൊന്നും തന്നെ ഇറാന്റെ കലത്തിൽ വേവില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തം. യുദ്ധക്കൊതിയനായ, യുദ്ധവെറിയനായ ഡൊണാൾഡ് ട്രംപ്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ബാരക് ഒബാമയെ പോലെ തനിക്കും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, ഐ കുഡ് ബി മോർ പ്രസിഡൻഷ്യൽ ദാൻ ദ ലേറ്റ് ഗ്രേറ്റ് എബ്രഹാം ലിങ്കൺ എന്ന് തട്ടിവിട്ട പൊള്ളയായ വാദങ്ങൾ മാത്രം നിരത്തുന്ന ഡൊണാൾഡ് ട്രംപ്, പട്ടാപ്പകൽ കല്ല് വെച്ച നുണകൾ മാത്രം പറയുന്ന പെരും കള്ളത്തരങ്ങളുടെ ഉടയോനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ്. ആ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതും ഇതിനപ്പുറവുമുള്ള അവകാശവാദങ്ങൾ പറയും. അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ടിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ തകർക്കാൻ ഇസ്രയേലിനെ കൊണ്ട് പരിപൂർണമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും, ഇസ്രയേലിൻ്റെ അവരുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സുകൾ ഓരോന്നായി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ടെലികമ്മ്യൂണിക്കേഷൻ, റഡാർ സംവിധാനം, അത്തരത്തിലുള്ള എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും തകർക്കുകയാണ്. മൊസാദിൻ്റെ പ്രോഗ്രാമിംഗ് സൈറ്റുകൾ വരെ ഹാക്ക് ചെയ്യുന്ന രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇറാൻ്റെ പക്കലുണ്ട്. റഷ്യയും അതുപോലെ ഉത്തര കൊറിയയും ഒക്കെ ഇറാനോടൊപ്പം അണിനിരന്നിരിക്കുകയാണ്. പുതിയൊരു സഖ്യമുണ്ടായിരിക്കും. 3-ാം ലോക മഹായുദ്ധം അണപൊട്ടിയാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് എണ്ണ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇനി അനന്തമായി ഇത് നീണ്ടുപോയാൽ അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ തകരും, കൂരിരുട്ടിലാകും, കുത്തുപാളയെടുക്കും. അങ്ങനെ വരുമ്പോൾ ബ്രിക്സിന് ശക്തി പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രിയായ വാങ് യി ഇന്ത്യക്ക് ഉറപ്പ് നൽകിയത്, ഞങ്ങളുടെ ഭാഗത്ത് മറ്റു രീതിയിലുള്ള ഒരു തെറ്റുകളും ഉണ്ടാകില്ല, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെല്ലാം പുറത്ത് ഒരു സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കണം. കാരണം ഇത് ബ്രിക്സിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും സുവർണ അവസരമാണ്. അമേരിക്കയെ ഒറ്റപ്പെടുത്താൻ, സാമ്രാജ്യത്വ ശക്തിയെ തകർക്കാൻ ഇതിൽ മികച്ചൊരു അവസരം ഈ അടുത്തൊന്നും ഇനി കിട്ടുകയില്ല. അത് ബ്രിക്സിൻ്റെ സമാന്തര കറൻസിയെ ഉത്തേജിപ്പിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു.